ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്മസിൻ്റെ മനോഹരമായ സുദിനത്തിൽ പരിശുദ്ധ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് വിശുദ്ധ കുർബാനയുടെ ഭാഗമായി തീരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് ഈ പ്രഭാതത്തിലുള്ള കുർബാനയ്ക്ക് ധന്യമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള പ്രിയപ്പെട്ട ഫിലിപ്പ് അച്ഛനാണ്. അച്ഛനെ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര പരിചയം കാണത്തില്ല, എന്നാൽ അച്ഛൻ്റെ പിതാവ് മർത്തോമ സഭയിലെ ഒരു വൈദികനാണ്. മർത്തോമ സഭയിലെ സീനിയർ വൈദികനായിരിക്കുന്ന പ്രിയപ്പെട്ട BG ബാബു അച്ഛൻ്റെ മകനാണ് ചാച്ചിപ്പൊന്ന മർത്തോമ ഇടവാങ്ങ. അച്ഛനിപ്പോൾ ബാംഗ്ലൂരിലുള്ള തിയോളജിക്കൽ സെമിനാരിയിൽ ഡോക്ടർ ഗവേഷണത്തിലായിരിക്കുകയാണ്. അച്ഛന് കുറച്ച് ദിവസങ്ങൾ അവധിയായിട്ട് ക്രിസ്മസിൻ്റെ അവധിക്ക് നാട്ടിൽ വന്നതാണ്. ഈ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം, പ്രത്യേകിച്ച് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നതിലിടയ്ക്കുള്ള സന്തോഷം പ്രത്യേകിച്ച് അറിയിക്കുന്നു. അച്ഛൻ മർത്തോമ സഭയിൽ വളരെ പഠനവും ആഴമായ ഗവേഷണങ്ങളും ഒക്കെയുള്ള വളരെ സ്കോളറായിട്ടുള്ള ഒരു അച്ഛനാണ്. ഞാൻ പറയും, മർത്തോമ സഭയിലെ അച്ഛന്മാർക്കില്ലാത്ത വലിയൊരു ദൈവകൃപ അച്ഛനുണ്ട്. അച്ഛൻ കാണാതെ വേദപുസ്തകം വായിക്കും. വിശുദ്ധ എവൻഗേലിയോൻ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അച്ഛനെല്ലാം കാണാതാണ് വായിക്കുന്നത്. അതൊരു പ്രത്യേക കഴിവാണ്. അച്ഛൻ കൊൽക്കട്ട ഇടവയിലിരിക്കുമ്പോഴും അമേരിക്കയുള്ള ഊസ്റ്റൽ ഇടവയിലിരിക്കുമ്പോഴും അച്ഛൻ്റെ പള്ളികളിൽ പോകുവാനും അച്ഛനോടുള്ള കൂട്ടായ്മ ബന്ധം പങ്കിടുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. നന്ദിയോടെ സ്മരിക്കുന്നു. അച്ഛൻ കഴിഞ്ഞ നാളുകളിൽ മർത്തോമ സഭയുടെ ഫരീദാബാദിലുള്ള സെമിനാരിയിൽ അധ്യാപകനായിട്ടും ബോംബെ ഭദ്രാസനത്തിൻ്റെ വാപ്പിയിലുള്ള സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടും ഒക്കെ പ്രവർത്തിച്ചു. വളരെ യങ് ആൻഡ് എനർജറ്റിക് ആൻഡ് വൈബ്രൻറ്റ് അച്ഛനാണ്. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം കൂടുതലായിട്ട് ബലപ്പെടുത്തി സഭയ്ക്ക് ഏറ്റവും പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ള അച്ഛൻ്റെ നേതൃത്വത്തിനും സാന്നിധ്യത്തിനും പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം സഹായിച്ച കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട സോണിയച്ചൻ പറഞ്ഞതായ എല്ലാ സ്വാഗത വാക്കുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സോണി ഫിലിപ്പ് അച്ഛൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അതിനേക്കാൾ ഉപരിയായി എൻ്റെ മാത്രമല്ല, എൻ്റെ പിതാവിൻ്റെയും വളരെ ഫേവറേറ്റായിട്ടുള്ള ഒരു അച്ഛനാണ്. അച്ഛനും കൊച്ചമ്മയും രണ്ടുപേരും. അതുകൊണ്ട് ഈ ഇടവകയിൽ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ദേവാലയം പണി കഴിച്ചതിന് ശേഷം, ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, കുർബാനയ്ക്കല്ല, ഒരു ഫ്യൂണറൽ സർവീസിന്. എന്നാൽ മനോഹരമായ ദേവാലയം പണിയെ കഴിഞ്ഞ ശേഷം ആദ്യമാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ആവശ്യമായ നേതൃത്വം ഈ കാലങ്ങളിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതായ സോണി ഫിലിപ്പച്ചൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അധ്യാപകൻ ശിവസാറ് എന്നോടൊപ്പം ഇന്ന് ഈ ശുശ്രൂഷയിൽ ആരാധനയിൽ നേതൃത്വം നൽകുന്നു. വളരെയധികം സന്തോഷം. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. സാറിൻ്റെയും ജീവിതത്തെയും ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ശുശ്രൂഷകൾ സാക്ഷ്യം ഈ ദേശത്തിനൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. മറ്റാമുഖങ്ങളില്ലാതെ വളരെ വേഗം നമ്മുടെ തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്ന് എവൻഗേലിയനായി വായിച്ചു കേട്ട തിരുവചന ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം മാത്രം വീണ്ടും വായിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിന് മുൻപാകെ അടിയങ്ങളിത് അടുത്തു വരുന്നു. വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ തിരുജനനത്തെ കൊണ്ടാടുന്നതായ ദിവസം, തിരുജനനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവമായി തീരുവാൻ തക്കവണ്ണം നിന്റെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന നിമിഷങ്ങളായി ഇതിനെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ടതുപോലെ ഇരിക്കുവാനും തിരുവചനം കേൾക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും ക്രിസ്മസിനെ കുറിച്ച് കേട്ട് നമ്മൾ പല ആശയങ്ങൾ കേട്ടവരായുള്ള അനുഭവത്തിലൂടെ കടന്നുപോയതാണ്. ശുശ്രൂഷകളൊക്കെയും പല രീതിയിൽ ക്രിസ്മസിൻ്റെതായ മെസ്സേജ് നമ്മൾ ശ്രവിച്ചു. വീണ്ടും ഒരിക്കൽ കൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അതിനധികമായി നമുക്ക് ഒരുപക്ഷെ കേൾക്കേണ്ടതായ ആവശ്യമുണ്ട്. ചില ഓർമ്മപ്പെടുത്തൽ. എന്താണ് ക്രിസ്മസ്? വളരെ വേഗം 2-3 കാര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ക്രിസ്മസിൽ പങ്കെടുത്തതായ പ്രിയപ്പെട്ടവരിലൂടെ, അവരുടെ ശുശ്രൂഷകളിലൂടെ എന്താണ് ലോകത്തിന് നമ്മുടെ മുമ്പിൽ വെക്കാനായിട്ടുള്ള, ദൈവവചനത്തിന് നമ്മുടെ മുമ്പിൽ വെക്കുവാനായിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് സിംബലൈസസ് എ റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി. ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനത്തെ കൊണ്ടാടുന്നു, ഘോഷിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി കർത്താവിന്റെ തിരുജനനം നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. എന്താണ് ഉയർത്തുന്നതായ വെല്ലുവിളി? കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി, കർത്താവിന് വേണ്ടി ജീവിതത്തിന്റെ ഏതറ്റം വരെയും വിശ്വസ്തയോടെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ ഞാൻ നിർവഹിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പുകൂടിയാണ് ഈ ക്രിസ്മസിൻ്റെ ദിവസത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ നൽകേണ്ടതെന്ന് യാതൊരു സംശയമില്ല. ഇതിൽ പങ്കെടുത്തതായ എല്ലാ കഥാപാത്രങ്ങളുടെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി. ദൈവം അവരോട് പറഞ്ഞതായ കാര്യങ്ങൾ അതേപടി, ഇവിടെ ആട്ടിടയന്മാരോട് മാത്രമല്ല, യോസഫ്, മറിയ എന്ന് വേണ്ട കർത്താവിൻ്റെ തിരുജനനവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ കർത്താവിനോടുള്ള കർത്താവിൻ്റെ അരുളപ്പാട് അതേപോലെ ചുമലിലേറ്റുവാൻ തക്കവണ്ണം സന്നദ്ധരായി തീർന്നു എന്നതിന് യാതൊരു സംശയമില്ല. ദൈവത്തോടും മനുഷ്യരോടും അവർ ഒരേപോലെ കർത്തവ്യമുള്ളവരായിരുന്നു, കടപ്പെട്ടവരായിരുന്നു. ആ കടമ നിർവഹിപ്പാൻ തക്കവണ്ണം ഊർജ്ജസ്വലരായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ പറയും എ വേൾഡ് ഓഫ് ഇറസ്പോൺസിബിലിറ്റി. രാഷ്ട്രീയ നേതാക്കളോട് പറഞ്ഞാൽ വി ആർ നോട്ട് റെസ്പോൺസിബിൾ ടു ദ കോമൺ പീപ്പിൾ. സാധാരണക്കാരായ ആളുകളോട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവുമില്ല. ഒരുപക്ഷെ പെൻഷന് വേണ്ടി ഒരു അമ്മച്ചി കോടതിയിൽ പോയാലും പറയും പൈസ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് തരാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കൾ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചാൽ പറയും വി ആർ റെസ്പോൺസിബിൾ ഓൺലി ടു അദാനി ആൻഡ് അംബാനി. അങ്ങനെയുള്ള വൻകിട കമ്പനികളോടാണ് സാധാരണക്കാരെക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളതെന്ന് രാഷ്ട്രം പറയുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് പറയുകയാണ് നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുക, ഞങ്ങൾക്ക് എന്ത് എന്ന് തിരുവചനം ഓർപ്പിക്കുന്ന പോലെ ഉത്തരവാദിത്വരഹിതമായ ഈ ലോകത്തിൽ ക്രിസ്മസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് യോസഫ് തൻ്റെ സ്വപ്നം എല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ സ്വപ്നം തൻ്റെ സ്വപ്നമായി ഏറ്റെടുക്കുകയാണ്. വിശുദ്ധ കന്യക മറിയാം കർത്താവിന് വേണ്ടി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതായ കന്യാമറിയാമിനെയൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് വിശ്വാസം മാത്രമല്ല, അവസാനത്തോളം വിശ്വസ്തയോടുകൂടെ നിലനിൽക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു പ്രത്യേകതയായി കാണാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കൽ യേശു കർത്താവിന്റെ ശുശ്രൂഷ കണ്ട് ഈ ലോകം സ്ത്രീ പറഞ്ഞു നിന്നെ മുലയൂട്ടിയതായ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എന്നാൽ അവിടെയൊന്നും കന്യകമറിയാമനെയോ യേശുവിൻ്റെ പ്രിയപ്പെട്ടവരെയോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ വേറൊരു അമ്മയാണെങ്കിൽ അവിടെ വന്ന് പറയും ഈ മകൻ എൻ്റേതാണ്, ഞാൻ പഠിപ്പിച്ചത് കൊണ്ടാണ്, ഞാൻ വളർത്തിയത് കൊണ്ടാണ്, എൻ്റെ കരവിരുത് കൊണ്ടാണ്, എൻ്റെ സമർപ്പണം കൊണ്ടാണ് യേശു കർത്താവ് ഉണ്ടായതെന്ന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഒന്നും കന്യാമറിയാമിനെ കാണുന്നില്ല. എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ കന്യകമറിയാം നിന്നിരുന്നു. അവളുടെ ഉത്തരവാദിത്തത്തിന്റെ പൂർണ്ണതയാണ് പറയാനുള്ളത്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞതായ കന്യകമറിയാം ആയിരങ്ങൾ പതിനായിരങ്ങൾ യേശുവിനെ പുകഴ്ത്തിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. എന്നാൽ ഈ ആയിരങ്ങളും പതിനായിരങ്ങളും കർത്താവിൽ നിന്ന് സൗഖ്യം ലഭിച്ചവരും കർത്താവിനെ തള്ളിപ്പറയുമ്പോൾ ഷീ വാസ് ഫെയ്ത്ത്ഫുൾ ടു ജീസസ്, ഷീ വാസ് ഫെയ്ത്ത്ഫുൾ ടു ദ ലോർഡ്. കർത്താവിന്റെ ക്രൂശിന്റെ അരികിലോളം തന്നെ വിളിച്ചതായ വിളിക്ക് അനുസൃതമായി വിശ്വാസം മാത്രമല്ല, അവൾ വിശ്വസ്തത കൂടിയായിരുന്നു. വിശ്വാസവും വിശ്വസ്തതയും അനുപൂരകമായിട്ടുള്ള സമർപ്പണമാണ്. ജോസഫ് ഈ കർത്താവിൻ്റെ സ്വപ്നത്തിന് അധിഷ്ഠിതമായി പ്രവർത്തിച്ചതായി ജോസഫ് സമാധാനത്തോടെ പിന്നെ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല.
പലായനം ചെയ്യുകയാണ്. ഒരു ദേശത്ത് നിന്ന് വേറെ ദേശത്തിലേക്ക്, ഫെമിലിയർ ടു അൺഫെമിലിയർ പ്ലേസ്. എപ്പോഴും പലായനം ചെയ്യുന്ന ജോസഫിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറയാനായിട്ട് വന്നത്, ദൈവമാണ് വിളിച്ചതെങ്കിൽ ദൈവത്തിന് വേണ്ടി ഈ ദൈവികമായ ഉത്തരവാദിത്വം ജീവിതത്തിൻ്റെ ഏതറ്റം വരെയും ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ളതായ ഏറ്റുപറച്ചിലാണ് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെക്കാൾ ഇന്ന് ഈ പ്രഭാത നിമിഷം കർത്താവ് നമുക്ക് മുമ്പിൽ വയ്ക്കുവാനായിട്ട് ഉള്ളത് എന്ന് കാണാം. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കും. 2, ക്രിസ്മസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു തുറന്ന വിശാലമായ ഹൃദയത്തിൻ്റെ അടയാളമായി, എ റാഡിക്കൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി. കർത്താവ് പറയാണ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഇടമില്ല എന്ന് പറഞ്ഞേക്കാം, എന്നാൽ എൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കേവർക്കും ഇടമുണ്ട്. അതിനടയാളം എന്താണ്? പശുത്തൊട്ടിയിൽ കിടക്കുന്നതായ, ശീലകൾ ചുറ്റി കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറയാം. അതിനുശേഷം അവരെ കാണാനായിട്ട് പോകുന്ന ഭാഗം കാണാൻ. ഈ മെയിഞ്ചർ എന്ന് പറയുന്നത്, പശുത്തൊട്ടി എന്ന് പറയുന്നത് വിദ്വാനും ആട്ടിടയനും കടന്നു വരുവാൻ സാധ്യമായ ഇടമാണ്. ഈ ലോകത്തിലെ പണ്ഡിതനും പാമരനും ആർക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടമുള്ളതായ ഇടമാണ്. എല്ലാവരാലും തള്ളപ്പെട്ടതായ ആട്ടിടയന്മാർ ഒരുപക്ഷെ ഈ പട്ടണത്തിൻ്റെ വെളിയിൽ കാവൽക്കാർക്കുമ്പോൾ ദൈവം പറയുന്നത്, നിങ്ങളോടാണ് സദ്വർത്തമാനം എനിക്ക് അറിയിക്കുവാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ രാജ്യത്തിലും ഇടമുണ്ട്. ഇടമില്ലാത്തവർക്കെല്ലാം ഇടം നൽകുന്ന റാഡിക്കൽ ഹോസ്പിറ്റാലിറ്റി ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് പലതുകൊണ്ടും പലരെയും തള്ളപ്പെടുത്തുന്നതായ, ഒറ്റപ്പെടുത്തുന്നതായ, ഉപേക്ഷിക്കുന്നതായ സമൂഹത്തിൽ യേശു കർത്താവ് പറയുന്നു, എല്ലാവരെയും ചേർത്തണയ്ക്കുന്നതായ കർത്താവ്. ഈ പറയുന്ന കർത്താവ് ആരാണ്? ശരിക്കും കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാണ്. ആരാണ് കർത്താവ് ഇവിടെ പറയുന്നത്? ഇവിടെ നമുക്കറിയുന്നു, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഈ ലോകം കർത്താവിനോട് പറഞ്ഞു, അവൻ യോഹന്നാൻ സുവിശേഷം പറയുന്നു, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകുകയാണ്. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ പിറക്കുവാൻ തക്കവണ്ണം ഒരു ഇടം പോലും ലഭിക്കാത്ത വഴിയമ്പലങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന സാഹചര്യത്തിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ വാതിലാണ്. റെവലേഷൻ എന്താ പറയുന്നത്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുന്നതായ. ഈ ലോകം വാതിൽ അടച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് പറയുന്നു, എൻ്റെ ഹൃദയമാകുന്ന വാതിൽ, എൻ്റെ ദൈവരാജ്യത്തിൻ്റെതായ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നതായ വാതിലാണ്. നിങ്ങൾക്കേവർക്കും അത് ഇടമുണ്ട് എന്ന് പറയുകയാണ്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ UTC വിസിറ്റ് ചെയ്തതായ സമയത്ത് അന്നൊരു LGBTQ ഡേ ആയിരുന്നു. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ്, മീഡിയ എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേൾക്കുവാൻ, ആ ദിനത്തിൽ അദ്ദേഹം ചെയ്യുന്നതായ പ്രസംഗം കേൾക്കുവാൻ വന്നു. നമുക്കറിയാം, 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എന്തു പറഞ്ഞാലും കോൺട്രവേഴ്സിലാവുന്നതായ ആംഗ്ലിക്കൻ സഭയുടെ, ലോകത്തെമ്പാടുമുള്ള ആംഗ്ലിക്കൻ സഭയുടെ പരമാധ്യക്ഷനാണ്. ഈ ദിവസത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് മീഡിയ സസൂക്ഷ്മം ഇങ്ങനെ വീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കും അദ്ദേഹം പ്രസംഗിക്കുന്നത്? എന്തു പറഞ്ഞാലും അത് വിവാദമാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അദ്ദേഹം അന്ന് 2-3 മിനിറ്റ് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. അദ്ദേഹം എടുത്ത് പ്രസംഗിച്ചത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അത് ജസ്റ്റ് ലളിതമായിട്ട് പറഞ്ഞു. പിതാവിൻ്റെ ഭവനത്തിൽ, പിതാവിൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടം നൽകുന്നതായ ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയാനായിട്ട് വന്നത്, ഈ ക്രിസ്മസ് പറയുന്നതായ സന്ദേശം, ഈ ലോകത്തിൽ തള്ളപ്പെട്ടവനും ഒറ്റപ്പെട്ടവനും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. ഗോഡ് ഈസ് വിത്ത് അസ്. അവൻ വചനം ജഡമായി തീർന്നവനായ ദൈവമാണ് എന്ന് ഈ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നതായ ദിവസമാണ്. 3, ഈ ക്രിസ്മസ് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിനോടനുബന്ധമായ ഒരു കാര്യമാണ്, നമുക്കെല്ലാം അറിയുന്നതായ കാര്യമാണ്. പറയുന്നു, ഈ ക്രിസ്മസ് റാഡിക്കൽ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവം സദാ നിങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നവനായ ഇമ്മാനുവേലായിട്ടുള്ള ദൈവമാണ്. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതായ ദൈവമാണ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യരോട് സഞ്ചരിക്കുന്നതായ ദൈവമാണ് എന്ന് ഈ വേദഭാഗം പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭ്രമിച്ചു പോകേണ്ട എന്നുള്ള വലിയ സന്ദേശം പലപ്പോഴും
ഇടയന്മാരോട് മാത്രമല്ല എല്ലാവരോടും മറിയോടൊക്കെ ലഭിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭയപ്പാടുകൾ നിറഞ്ഞതായി ലോകത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. എങ്ങനെയാണ് നമ്മുടെ ഭയം മാറുന്നത്? കർത്താവ് നൽകുന്നതായ സമാധാനം എന്താണ്? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഈ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ ലഭിക്കുന്നതാണ് സമാധാനം. അല്ല, സകല ബുദ്ധിയും കവിയുന്നതായ ദൈവിക സമാധാനം. ഇവിടെയെല്ലാം ഇവർക്ക് നൽകുന്നതായ ഒരു അഷ്യൂറൻസ്, മേരിയോട് ജോസഫിനോടൊക്കെ നൽകുന്നതായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലെടുക്കും, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. എന്താണ് എൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം? ഞാൻ വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങളെല്ലാം മാറുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതല്ല. പിന്നെയോ എൻ്റെ സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവ് എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. കർത്താവ് എന്നോടുകൂടി ആയിരിക്കുന്നതാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനം. കർത്താവ് നൽകുന്നതായ ചില കാര്യങ്ങളല്ല എൻ്റെ സമാധാനത്തിന്. ഗോഡ് ഈസ് വിത്ത് അസ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഞങ്ങളോടുകൂടെ സദാ സഞ്ചരിക്കുന്നതായ ദൈവത്തിൻ്റെതായ കൂടാരം. ഇത് യേശു കർത്താവ് കനികമറിയാം ജോസഫ് മാത്രമല്ല, കർത്താവിൻ്റെ ജനനത്തോട് സംഭവിച്ച പങ്കെടുത്ത എല്ലാവരും കണ്ടതാണ്. ശിമയോൻ അല്ലേ, പ്രായമുള്ളതായ അപ്പച്ചനാണ്. പ്രായമുള്ളതായ അപ്പച്ചൻ ഈ പിഞ്ച് കുഞ്ഞുമായി ദേവാലയത്തിലേക്ക് കനികമറിയാമും ജോസഫും വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കുഞ്ഞിനെ കൈകളിലേന്തി ശിമയോൻ എന്ന് പറയുന്ന പ്രായമുള്ളതായ അപ്പച്ചൻ വേച്ച് നടക്കുന്നതായ ഒരു പിതാവാണ്. കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, ശാരീരികമായ ക്ഷീണത, പരാധീനത അനുഭവിക്കുന്നു. എന്നാൽ ശിമയോനെ കുഞ്ഞിനെ കൈകളിലേന്തിയിട്ട് പറയും, നാഥ, അടിയനെ ഇപ്പോൾ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറയുന്നതായ ശിമയോൻ ക്രിസ്മസിൻ്റെ ആ സന്തോഷം ശരിക്കും ഉൾക്കൊള്ളുകയാണ്. ശിമയോൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എന്നെ അങ്ങ് എടുത്തോണേ, എൻ്റെ ശരീരം വികലമായിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പരാതി പറയുന്ന ശിമയോനല്ല പറയുന്നത്, നാഥ, അടിയനെ ഇപ്പോൾ സമാധാനത്തോടെ വിട്ടയക്കുന്നു. സമാധാനത്തോടെ, ഒരു പരാതിയുമില്ലാതെ, ദൈവമേ നിൻ്റെ കൃപ കാണുവാൻ എന്നെ സഹായിച്ചു, സമാധാനത്തോടെ എന്നെ നിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കണമേ എന്ന് പറയുന്നതായ ശിമയോൻ. ഹന്ന 84 സംവത്സരം ഇവിടെ പറയുന്നുണ്ട്. വയസ്സ് ചെന്നവളും വിധവയുമായിരിക്കുന്നതായ ഹന്ന 84 സംവത്സരം വിധവയാണ്. ഇപ്പോഴൊരു 95 വയസ്സെങ്കിലും കാണും. അന്നത്തെ കാലത്ത് 10 വയസ്സിലൊക്കെ വിവാഹം നടക്കും. അങ്ങനെ ഈ പ്രായമെഴുതായ ഹന്ന രാവും പകലും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മശിഹായെ കാത്തിരുന്നതായ ഹന്ന, അവൾ കുഞ്ഞിനെ ഏന്തി ഈ സുവിശേഷം ലോകത്തോട് അറിയിക്കുന്നതായി കാണുന്നു. നമ്മുടെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ സാഹചര്യം മാറുന്നതല്ല, കർത്താവ് എന്നോട് കൂടെ ഉള്ളതാണ് എൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്ക് ഈ ക്രിസ്മസിലൂടെ വെളിപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയെന്നുള്ള ഉറപ്പ് ഇമ്മാനുവലായിരിക്കുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? എൻ്റെ പിതാവ് റാന്നി നസ്രേത്ത് പള്ളിയിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പ്രായമുള്ളതായ ഒരു അപ്പച്ചന് കുർബാന കൊടുക്കാനായിട്ട് പോയി. കുർബാനയെല്ലാം കൊടുത്ത് ഞങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരാനായിട്ട് തുടങ്ങുമ്പോൾ ഈ അപ്പച്ചൻ കുപ്പായത്തിൽ ഇങ്ങനെ കയറി വളരെ മുറുക്കി പിടിക്കുകയാണ്. നല്ല ഉന്നതമായ ഉദ്യോഗസ്ഥത്തിൽ ജോലി ചെയ്തതായ, റിട്ടയർഡായി പ്രായമായി മരണത്തെ ഒരു പക്ഷേ മുഖാമുഖമായി കാണുകയാണ്. നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാകും, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കുപ്പായത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് വിടാനായിട്ട് സമ്മതിക്കുന്നില്ല. ശുശ്രൂഷിക്കുന്ന നല്ല മക്കളുണ്ട്, എല്ലാവരും ചുറ്റും നിൽക്കുകയാണ്. ഈ മക്കളെല്ലാം പറഞ്ഞു, അപ്പച്ച അച്ഛൻ പോകട്ടെ, ശുശ്രൂഷയെല്ലാം കഴിഞ്ഞല്ലോ. എന്നാൽ ഈ അപ്പച്ചൻ ഇങ്ങനെ കുപ്പായത്തിൽ മുറുകെ പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. ഒരുപക്ഷെ അപ്പച്ചൻ ഈ ലോകത്തോട് സംസാരിക്കാൻ കഴിയുന്നില്ലായിരിക്കും. നമ്മൾ വിചാരിക്കുക, എന്താണ് അച്ഛൻ്റെ സാന്നിധ്യം, എന്താണ് അദ്ദേഹം നൽകുന്നത്? ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ കുപ്പായത്തിലല്ല അദ്ദേഹം പിടിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് മുറുകെ പിടിക്കുന്നതെന്ന് അവിടെ നിൽക്കുന്ന ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അപ്പച്ചൻ മനസ്സിൽ പറയുന്നത്, കർത്താവേ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ മക്കളുണ്ട്, ശുശ്രൂഷിക്കാൻ വേലക്കാരുണ്ട്, യാതൊരു സാഹചര്യത്തിനും കുറവില്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിലും ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ മരണനിഴലിൻ്റെ താഴ്വരയിൽ എന്നോട് കൂടെയിരിക്കുന്നതായ
നല്ല ഇടയനായിരിക്കുന്ന യേശു കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു, അവനിൽ ശരണപ്പെടുന്നതിൻ്റെ അടയാളമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുപ്പായത്തിൽ മുറുകെ പിടിക്കുന്നത് ഒരു അച്ഛൻ എന്നുള്ള ഇതിനേക്കാൾ ഉപരിയായി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു, കൂരിലിൻ്റെ താഴ്വരയിൽ കൂടി അല്ലെങ്കിൽ മരണനിഴലിലെ താഴ്വരയിൽ കൂടി കിടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുന്നില്ല. കാരണം എന്താ? നീ എന്നോട് കൂടെ ഇരിക്കുന്നു. ജീവിതത്തിൽ കൂരിലില്ലാത്തതല്ല, ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്തതല്ല നമ്മുടെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ഈ പ്രതിസന്ധികളിൽ എന്നോട് കൂടെ ഇരിക്കുന്നവരായ ഒരു കർത്താവുണ്ട് എന്നുള്ള ഉറപ്പ് കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞത് പൂർണ്ണമാക്കപ്പെടുന്നത് കർത്താവിൻ്റെ ജനനത്തിലൂടെയും ഉയർപ്പിലൂടെയുമാണ് എന്നുള്ള തിരിച്ചറിവ്. ഗോഡ് ഈസ് വിത്ത് അസ്, എന്നോടുകൂടെ ഇരിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതായ ദിവസമാണ് ഈ ക്രിസ്മസ്. ഒന്ന്, ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മളെ പുതിയ ഉത്തരവാദിത്തങ്ങൾ അന്ത്യത്തോളം കർത്താവിന് വേണ്ടി വിശ്വസ്തനായി ഞാൻ നിൽക്കുമെന്നുള്ള എൻ്റെ സമർപ്പണത്തിൻ്റെ അടയാളമായി തീരേണ്ടതായ അവസരമാണ്. രണ്ടാമത്, ക്രിസ്മസ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ തുറവിയുടെ അടയാളമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ, സ്വീകരിക്കുന്നതായ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നിദർശനമാണ് ക്രിസ്മസ്. മൂന്ന്, ഈ ക്രിസ്മസ് നമ്മളോട് പറയുന്നു, നിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നിന്നോട് കൂടിയിരിക്കുന്നതായ ശിഷ്യന്മാർ പണ്ടതുപോലെ ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് മനസ്സിലാക്കുവാൻ, ആ സാന്നിധ്യം ഭയപ്പാടിൽ നിന്നും അസമാധാനത്തിൽ നിന്നും വിമുക്തി നൽകുന്നതായിരിക്കാൻ കർത്താവ് ഇടയാകട്ടെ. അങ്ങനെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും കർത്താവ് ശക്തീകരിക്കട്ടെ.